ഹലോ എവരി വൺ, വെൽക്കം ടു മാറ്റ്നി ലൈവ് ബോക്സ് ഓഫീസ്. ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന പുതിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉടൽ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തങ്കമണി. ജനപ്രിയ നായകൻ ദിലീപിന്റെ 148ാമത്തെ ചിത്രമാണ് തങ്കമണി. പ്രശസ്ത സൗത്ത് ഇന്ത്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരിയും ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മാതിരിയും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദിലീപിനെ കൂടാതെ ഈ ചിത്രത്തിൽ സിദ്ദിഖ്, അജ്മൽ അമീർ, സുദേവ് നായർ, പ്രണീത, നീത പിള്ളി തുടങ്ങിയ ഒരു വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. മനോജ് പിള്ളയാണ് ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ ജോണലിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് മാർച്ച് 7-നാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും. നിസാം റാവുത്തർ തിരക്കഥ എഴുതി നിസാം റാവുത്തറും രഞ്ജിത്ത് ടിവിയും ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു സർക്കാർ ഉൽപ്പന്നം. രഞ്ജിത്ത് ജഗന്നാഥൻ, KC രഘുനാഥ്, TV കൃഷ്ണൻ തുരുത്തി എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സുബീഷ് സുധി, ഷെല്ലി കിഷോർ, ഗൗരി കിഷൻ, വിനീത് വാസുദേവൻ തുടങ്ങിയ ഒരു യുവതാരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. അജ്മൽ ഹസ്ബുള്ളയാണ് ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഒരു സാധാരണക്കാരനായ പെയിൻറ്ററുടെ ജീവിതത്തിൽ ഒരു സർക്കാർ പദ്ധതിയിൽ ചേർന്നതിന് ശേഷമുണ്ടാകുന്ന രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈനറായ ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് മാർച്ച് 8-നാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും. അപ്പോൾ ബോക്സ് ഓഫീസ് കോമ്പറ്റീഷൻ്റെ കാര്യം മറക്കണ്ട. ഈ ആഴ്ച പറഞ്ഞ ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള 3 കാരണങ്ങൾ നിങ്ങൾ ബോക്സ് ഓഫീസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് നിങ്ങൾ കാണാത്തൊരു സിനിമയുടെ ടിക്കറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ വേഗമായിക്കോട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി ബോക്സ് ഓഫീസിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VJ അനന്തു സൈനിങ് ഓഫ്.